ഒരു ഉദ്യോഗസ്ഥന് ഇപ്പൊ അറിഞ്ഞു എവിടെയാണെന്ന് അറിയാം. സിദ്ദിഖ് എവിടെയാണെന്ന് പോലീസിന് നന്നായിട്ട് അറിയാം, കൃത്യമായിട്ട് അറിയാം എവിടെയുണ്ട്, ഏത് സ്ഥലത്തുണ്ട്. ഇപ്പൊ പക്ഷെ തൊട്ട് കഴിഞ്ഞാൽ മേളിൽ ഇരിക്കുന്നവൻ സംരക്ഷിക്കും. സിദ്ദിഖിനെ എടുത്തെന്ന് വെച്ചോ, പോലീസ് എടുക്കുന്നു. ഇപ്പൊ ആരെങ്കിലും ഒരാളെ ഇറങ്ങി അതിനെ എടുത്ത് ഉദ്യോഗസ്ഥരുടെ അവസ്ഥ അറിയാമല്ലോ. സിദ്ദിഖ് എവിടെയാണെന്ന് കൃത്യമായിട്ട് അറിയാം. സിദ്ദിഖിനെ സംരക്ഷിക്കുന്ന ആരാന്ന് മനസ്സിലായോ? പറയാൻ പറ്റത്തില്ല. പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ നമ്മളെ തെറി വിളിച്ച് കൊല്ലും. മനസ്സിലായോ? ആരാന്ന് മനസ്സിലായോ? അജിത ബീഗം, പൂങ്കുഴലി എല്ലാം കൂടെ ഇറങ്ങി നിന്നപ്പോ ഇവിടുത്തെ ഏറ്റവും വലിയ എന്താ പറയാ, കൈരളി ടിവിയുടെ ഏറ്റവും വലിയ ആൾക്ക് സംരക്ഷിക്കാൻ പറ്റുന്നില്ല. ഹലോ വൺ ഹായ് എവ്രി വൺ, നമസ്കാരം ആൻഡ് വെൽക്കം ടു റിയാക്ഷൻ ബൈ അരുൺ ചുള്ളിക്കൽ. എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. സിദ്ദിഖിനെ കാണാനില്ല. ഇനിയിപ്പോൾ രേഖാചിത്രമൊക്കെ വരച്ചിട്ട് വേണം സിദ്ദിഖിനെ കണ്ടുപിടിക്കാൻ. ആ അവസ്ഥയിലാണ് കേരള പോലീസ്. എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് അഴകിയ രാവണൻ എന്ന സിനിമയിലെ ഇന്നസെന്റിന്റെ ഡയലോഗാണ്. ഈ പഞ്ചായത്തിലെ മുഴുവൻ അരിമണിയും ഞാൻ പെറുക്കി, ഇനി രാമൻ നായരുടെ വീട്ടിലെ അരി മാത്രമേ പെറുക്കാനുള്ളൂ എന്ന് പറയുന്ന ഡയലോഗ്. കേരളം മുഴുവൻ അരിച്ചു പെറുക്കിയിട്ടും സിദ്ദിഖിനെ കണ്ടെത്താനായിട്ട് കഴിഞ്ഞിട്ടില്ല. അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് അഭ്യൂഹങ്ങളും ചർച്ചകളും ഒക്കെ നടക്കുന്നുണ്ട്. അത്തരത്തിൽ ഞാൻ ശ്രദ്ധിച്ച ഒരു ചർച്ചയാണ് ടോക്ക് എന്ന യൂട്യൂബ് ചാനലിലെ ചർച്ച. ഇതിനകത്ത് ഒരുപാട് പേരുടെ ചർച്ചകൾ നടക്കാറുണ്ട്. അതിൽ ആകെ ഇഷ്ടമുള്ളൊരു ചർച്ച ഈ ശ്യാം വരുന്ന ചർച്ചയാണ്. ശ്യാം നേരത്തെ ഇന്ത്യ വിഷനിലായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. പൊതുവിൽ ഈ ചാനലിന് ഒരു പ്രോ ഹിന്ദു അല്ലെങ്കിൽ പ്രോ റൈറ്റ് പൊളിറ്റിക്സ് ആണ്, വലതുപക്ഷ വ്യതിയാനമുള്ള ഒരു ഓൺലൈൻ മീഡിയയാണ് ടോക്ക്. അതിൽ വന്നിരിക്കുന്നവരിലെ ഈ ശ്യാം ഒഴികെ, ശ്യാം പൂർണ്ണമായിട്ടും ന്യൂട്രൽ ആണെന്നല്ല, ശ്യാം ഈ പറയുന്നത് പോലെ ബയസ്ഡായിട്ട് സംസാരിക്കുന്ന ആളാണ്. പക്ഷേ മറ്റുള്ളവരെ അപേക്ഷിച്ച് ബെറ്ററാണ്. ബാക്കിയുള്ളവരെല്ലാം അങ്ങേറ്റം ബയസ്ഡ് ആണ്. ചർച്ചകളൊക്കെ എടുക്കുന്ന വിഷയങ്ങളും ചർച്ചകൾ സംസാരിക്കുന്നതും ഒക്കെ പൊതുവിൽ പ്രോ BJP അല്ലെങ്കിൽ പ്രോ റൈറ്റ് പൊളിറ്റിക്സ്, വലതുപക്ഷ വ്യതിയാനം വ്യക്തമായിട്ട് ചൂണ്ടിക്കാണിക്കുന്ന ഒന്നാണ്. പ്രത്യേകിച്ച് ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ പ്രതിസ്ഥാനത്ത് വരുന്ന വിഷയങ്ങൾ അല്ലെങ്കിൽ വിവാദത്തിൽ വരുന്ന വിഷയങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ചർച്ചകൾ ആളിപ്പടർത്തി വിടുന്ന ഒരു ചാനലാണിത്. പിന്നെയുള്ളത് ധനുഷാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. പിന്നെ ഒരു ജോൺ ഉണ്ട്. ജോണും വലിയ കുഴപ്പമില്ല, പക്ഷെ ശ്യാമിന്റെ അത്രയും എത്തുന്ന ഒരാളല്ല. പിന്നെ ചില കുട്ടികൾ ചർച്ചകളുണ്ട്, 2 പെൺകുട്ടി ഒരാണും വന്നിരിക്കുന്ന അങ്ങനെയുള്ള ചില ചർച്ചകൾ. അതുകൊണ്ട് ബാക്കിയുള്ള ചർച്ചകളൊന്നും കാണാറില്ല. പക്ഷെ ഈ ശ്യാമുള്ള ചർച്ചയാണെങ്കിൽ ഞാൻ കാണാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ ശ്യാം പറയുന്ന ആർഗ്യുമെന്റിനെ അതിന് സപ്പോർട്ട് ചെയ്യുന്നൊരു എവിഡൻസ് കൂടെ ശ്യാം പറയാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ചർച്ച ഞാൻ ശ്രദ്ധിച്ചത്. ഇപ്പോൾ സിദ്ദിഖിനെ സംരക്ഷിക്കുന്ന ആ നടൻ ആര്? ഇതേ ടൈറ്റിലിൽ തന്നെ സിദ്ദിഖിനെ സംരക്ഷിക്കുന്ന നടൻ ഇതാണോ എന്ന് ചോദിച്ചിട്ട് നമ്മുടെ കുട്ടിക്കളി ഗ്രൂപ്പ് ഒരു ചർച്ച ഇട്ടിരുന്നു. സിദ്ദിഖ് ഭീകരൻ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതാണ് അതിൻ്റെ ആ തമ്മിനെയിൽ. സിദ്ദിഖ് ആഗോള ഭീകരൻ എന്നൊക്കെ പറയുന്നത് കേട്ടാൽ തന്നെ നമുക്കറിയാം ഈ ചാനലിന്റെ ഒരു അജണ്ട എന്താണെന്നുള്ളത്. മാത്രമല്ല ഈ ചർച്ച ഞാൻ ഒന്ന് കുറച്ച് ഓടിച്ച് നോക്കി. എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ശ്യാം പറയുന്ന ചർച്ചയിൽ പറഞ്ഞില്ല എന്ന രീതിയിലാണ് കാര്യം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, അറിയാൻ വേണ്ടി ചെന്ന് നോക്കിയതാണ്. അവിടെ ഒരു പറഞ്ഞ കാര്യമാണ്, സിദ്ദിഖ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാ? 1-2 വില്ലൻ വേഷം ചെയ്യുന്ന ഒരു സാധാരണ നടൻ. ഇയാൾ ഇത്ര വലിയ ആളാണോ മലയാള സിനിമയിൽ? ശരിയാണ്, സ്റ്റാർഡം വെച്ച് നോക്കുമ്പോൾ അങ്ങനെയുള്ള ഒരാളൊന്നുമല്ല. പക്ഷെ മലയാള സിനിമയിൽ, അതായത് സിനിമ ഇൻഡസ്ട്രിയിൽ സിദ്ദിഖ് ഒരു അതികായൻ തന്നെയാണ്. അതിൽ സംശയമൊന്നുമില്ല. അത്യാവശ്യം കോമൺ സെൻസുള്ള ആളുകൾക്ക് അറിയാം. ദിലീപ് ഒരു അതികായനായിരുന്നു, സിദ്ദിഖും ഒരു അതികായനാണ്. മുൻനിര നായകന്മാർക്കൊക്കെ വേണ്ടപ്പെട്ട ആളാണ്. അതൊക്കെ മനസ്സിലാക്കാതെ അയാൾ ആരെന്ന് ചോദിക്കുന്നതുകൊണ്ടാണ് ഞാനിതിന് കുട്ടികളെ ചർച്ച എന്ന് പറഞ്ഞത്. അപ്പോൾ ശ്യാമിന്റെ ചർച്ചയിലേക്ക് വരാം. ശ്യാം ഈ ചർച്ചയുടെ ടൈറ്റിൽ ഇട്ട് കണ്ടപ്പോൾ എനിക്ക് തോന്നി സ്വാഭാവികമായിട്ടും ഇത് വ്യക്തമായ ഒന്ന് കാര്യം പറയുന്നുണ്ടാകും. അപ്പൊ ഞാൻ വളച്ചിട്ടില്ലാതെ ശ്യാം അയാളെ കുറിച്ച് പറയുന്ന ഭാഗത്തേക്കൊന്ന് പോവാം. സിദ്ദിഖ് എവിടെയാണെന്ന് കൃത്യമായിട്ട് അറിയാം. സിദ്ദിഖിനെ സംരക്ഷിക്കുന്ന ആരാന്ന് മനസ്സിലായോ? പറയാൻ പറ്റത്തില്ല. പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ നമ്മളെ തെറി വിളിച്ച് കൊല്ലും. മനസ്സിലായോ? ആരാന്ന് മനസ്സിലായോ? അജിത ബീഗം, പൂങ്കുഴലി എല്ലാം കൂടെ ഇറങ്ങി നിന്നപ്പോ ഇവിടുത്തെ ഏറ്റവും വലിയ എന്താ പറയാ, കൈരളി ടിവിയുടെ ഏറ്റവും വലിയ ആൾക്ക് സംരക്ഷിക്കാൻ പറ്റുന്നില്ല. നടനും അതായത് സിദ്ദിഖിനെ സംരക്ഷിച്ച് നിർത്താൻ മാത്രം കഴിവുള്ള ഒരു നടൻ, കൈരളി ടിവിയുടെ ഏറ്റവും വേണ്ടപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും ഉയർന്ന നിലയിലുള്ള ഒരാള്, ഇതാരാണെന്ന് വെച്ചാൽ ആർക്കാണ് മറുപടി അറിയാൻ പാടില്ലാത്തത്? മമ്മൂട്ടിയാണ്. എന്തുകൊണ്ടാണ് ശ്യാമേ ആ മമ്മൂട്ടിയുടെ പേരാണ് പറയാതിരിക്കുന്നത്? എനിക്ക് തോന്നിയ പേര് മമ്മൂട്ടിയാണ്. വേറെ ആരെങ്കിലും ആണോ നിങ്ങൾ ഉദ്ദേശിച്ചത്? എനിക്ക് മാത്രമല്ല, ഈ ചർച്ചയുടെ അടിയിൽ വന്നിരിക്കുന്ന കമന്റുകൾ എല്ലാവരും പറയുന്നുണ്ട്. എന്നാൽ പിന്നെ അത് മമ്മൂട്ടിയാണെന്ന് അങ്ങോട്ട് പറഞ്ഞുകൂടെ? പണ്ട് തുടങ്ങി കൈരളി ടിവി ആരംഭിച്ച കാലം മുതലേ മമ്മൂട്ടി മാത്രമേ ഉള്ളൂ.
എന്തുകൊണ്ടാണ് നിങ്ങൾ ആ സംഭവം അങ്ങോട്ട് മമ്മൂട്ടിയാണെന്ന് പറയാത്തത്? സാധാരണഗതിയിൽ നിങ്ങൾ പറയുന്നൊരു കാര്യമുണ്ടല്ലോ, ചാപ്പയടിച്ചാലും കുഴപ്പമില്ല, ഞാൻ പറയാനുള്ളത് പറയും എന്ന് പറയുന്ന നിങ്ങളുടെ ഒരു രീതി എനിക്കിഷ്ടമാണ്. ചിലപ്പോൾ നിങ്ങൾ പറയുന്ന കാര്യം എനിക്ക് എതിർപ്പുള്ള കാര്യമായിരിക്കും. പല കാര്യങ്ങളും നിങ്ങളങ്ങനെ പറഞ്ഞിട്ടുള്ള നീ വളരെ ബയസ്ഡായിട്ട് തോന്നിയുള്ള ആർഗ്യുമെന്റ്സ് ഉണ്ട്, അതിനെക്കുറിച്ച് എതിർപ്പുണ്ട്. പക്ഷേ അതായത് നിങ്ങൾ പറയുന്ന രീതി എങ്ങനെയാണോ നമ്മൾ പറയാനുള്ള പറയും, അത് നമ്മൾ കമൻറ്റ് നോക്കേണ്ട കാര്യമില്ല. ഏറിപ്പോയാലും കുഴപ്പമില്ല എന്ന രീതിയിൽ നിങ്ങൾ പറയാറുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ഇത് ഏറിപ്പോയാലും കുഴപ്പമില്ല എന്ന രീതിയിൽ പറഞ്ഞില്ല? ധനുഷ് പറയുന്നത് കോമൺ സെൻസ് ഉള്ള ആൾക്ക് മനസ്സിലാവുന്നതാണ്. ഞാൻ എൻ്റെ ഒരു കോമൺ സെൻസ് ഉപയോഗിച്ച് മനസ്സിലാക്കിയ കാര്യം ഇതാണ്. നിങ്ങളിത് പറഞ്ഞപ്പോൾ ആഭ്യന്തര വകുപ്പ് കൈയാളുന്ന മുഖ്യമന്ത്രിയുടെ പാർട്ടിയും സംസ്ഥാനം ഭരിക്കുന്ന മുന്നണിയിലെ പ്രധാന പാർട്ടിയുടെയും ചാനലാണ് കൈരളി TV, അല്ലേ? ആ കൈരളി TVയുടെ ചെയർമാൻ സ്ഥാനത്തുള്ളതാണ് മമ്മൂട്ടി. അതുകൊണ്ട് തന്നെ പാർട്ടിപരമായിട്ടും പിന്നെ മലയാള സിനിമയിലെ 2 പ്രധാനപ്പെട്ട ആളുകളിൽ ഒരാളാണ് മമ്മൂട്ടി, മറ്റേത് മോഹൻലാലാണ്. മുഖ്യമന്ത്രിയായിട്ട് അടുപ്പമുള്ള ആളാണ്. അപ്പോൾ നിങ്ങൾ പറയുന്നത് മുഖ്യമന്ത്രിയെ കൈരളി TVയുടെ ചെയർമാനും സിനിമാ നടനുമായിട്ടുള്ള മമ്മൂട്ടി സമീപിച്ചു, അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് കൂടി കൈയാളുന്ന മുഖ്യമന്ത്രി ആയതിനാൽ പോലീസിന് സിദ്ദിഖിനെ തൊടാൻ കഴിയില്ല, കാരണം മമ്മൂട്ടിയാണ് സിദ്ദിഖിനെ സംരക്ഷിക്കുന്നത്. ഇതാണോ കോമൺ സെൻസ് ഉപയോഗിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്? അതാണെങ്കിൽ അങ്ങനെ തന്നെ ആണെന്ന് നിങ്ങൾ പറയണ്ടേ? ഇതിനുമുള്ള ചർച്ചയിൽ നിങ്ങൾ പറഞ്ഞ പല കാര്യങ്ങളും കറക്റ്റായിരുന്നു. പല കാര്യങ്ങളും കറക്റ്റ് എന്ന് പറയുന്നത്, ഒന്ന് മുകേഷിന് ജാമ്യം കിട്ടാൻ വേണ്ടിയാണ് ഈ വകുപ്പിട്ടത് എന്ന് നിങ്ങൾ പറഞ്ഞു, ബലാത്സംഗത്തിൻ്റെ വകുപ്പിട്ടതെന്ന് പറഞ്ഞ് കറക്റ്റായിരുന്നു. അത് അഭിപ്രായം തന്നെ എനിക്കുണ്ടായിരുന്ന ആ കാര്യത്തിൽ. കാരണം ഇല്ലാത്തൊരു വകുപ്പ് കൊണ്ടുവന്നിട്ടത് കേസ് കോടതി ചെല്ലുമ്പോൾ മുൻകൂർ ജാമ്യം കിട്ടാൻ വേണ്ടിയാണ് എന്നുള്ള കാര്യത്തിൽ. പക്ഷേ നിങ്ങൾ ആ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞപ്പോൾ തന്നെ അതിൻ്റെ ഒപ്പം വ്യക്തമായിട്ട് പറഞ്ഞു എന്തുകൊണ്ട് ഞാൻ പറയുന്നു മുകേഷിന് മുൻകൂർ ജാമ്യം കിട്ടുന്നുവെന്ന്. അതേപോലെ തന്നെ പറയേണ്ട ഒരു കാര്യമായിരുന്നു എന്തുകൊണ്ട് നിങ്ങൾ പറയുന്നു കൈരളിയുടെ പ്രധാനപ്പെട്ട ആളും നടനുമായ ഇങ്ങേരാണ് സിദ്ദിഖിനെ സംരക്ഷിക്കുന്നത്. അത് കൃത്യമായിട്ട് നിങ്ങൾ പറഞ്ഞില്ല എന്നുള്ളതാണ് എനിക്കിതില്ലാത്തുള്ളൊരു എതിർപ്പ്. അത് പറയേണ്ടതായിരുന്നു. ഇതിപ്പോൾ നിങ്ങളൊരു ആരോപണം ഉന്നയിച്ച് പ്രതിസ്ഥാനം നിർത്തിയതുപോലെ ആയിപ്പോയി. ആളാരാണെന്ന് പറയേണ്ടതായിരുന്നു, അത് പറഞ്ഞിട്ടില്ല. അത് കേൾക്കുന്നവരുടെ യുക്തിക്ക് നിങ്ങൾ വിട്ടുകൊടുത്തു. ശ്യാമിൻ്റെ ഒരു രീതിക്ക് ചേർന്നതല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബാക്കി കുട്ടികൾ കളിക്കുന്ന പിള്ളേരും അതിനകത്ത് വന്നിരുന്ന് പല രീതിയിൽ ചർച്ച നയിക്കുന്ന ആളുകളും പറഞ്ഞാൽ പോലും ആ ചർച്ച പോലും കാണുമില്ലായിരുന്നു. ഇങ്ങനൊരു ടൈറ്റിൽ കണ്ടണമെങ്കിൽ അത് ആരാണെന്ന തോന്നൽ പോലും ഉണ്ടാക്കില്ലായിരുന്നു. ഇപ്പം ഞാൻ ആ കുട്ടികളിൽ എന്ന് പറഞ്ഞ ചർച്ച കാണാൻ പോകാനുള്ള കാരണം നിങ്ങളിതിൽ കാര്യകാരണ സഹിതം പറയാതിരുന്നതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ മറ്റേ ചർച്ച ഉറപ്പായിട്ടും കാണില്ലായിരുന്നു. സാധാരണ ഇതിൽ നിങ്ങൾ പാലിക്കുന്ന ആ ഒരു ലോജിക്ക് ഉപയോഗിച്ചില്ല എന്നുള്ള അങ്ങേറ്റത്തെ വിമർശനമാണ് പറയാനുള്ളത്. ഇപ്പം ഞാൻ ഈ ചെയ്യുന്ന റിയാക്ഷൻ വീഡിയോയുടെ ടൈറ്റിൽ കണ്ട വന്ന ആളുകളോടും പറയാനുള്ളത്, എനിക്ക് മനസ്സിലായത് ഇവർ പറയുന്നത് മമ്മൂട്ടിയെക്കുറിച്ചാണെന്നാണ്. നിങ്ങൾക്ക് എന്താണ് മനസ്സിലായെന്ന് വെച്ചാൽ അത് കമൻ്റായിട്ട് രേഖപ്പെടുത്തു. ഇനി അങ്ങോട്ടുള്ള കാര്യം സിദ്ദിഖിൻ്റെ ജാമ്യാപേക്ഷയുമായിട്ട് ബന്ധപ്പെട്ടാണ്. സംരക്ഷിച്ച നടനെക്കുറിച്ചുള്ള സംഗതികൾ ഇവിടെ അവസാനിച്ചു. ഹൈക്കോടതിയിൽ കിട്ടാത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾക്കെതിരെയുള്ള ക്രൈം വളരെ സീരിയസ് ആയിട്ട് കണ്ട ഒരു സാധനമാണ്. അതായത് ആ ഹോട്ടലിനകത്ത് പീഡനം നടന്നിട്ടുണ്ട്, ആ ഡേറ്റ് അവർക്ക് കിട്ടിയിട്ടുണ്ട്, ഇത്രയും കാര്യങ്ങൾ മാത്രമല്ല അതിജീവിത ഭയങ്കര സ്ട്രോങ്. ഞാൻ പറഞ്ഞില്ല കേസ് ജെനുവിനാണ് ധനുഷേ, ഇല്ലേ? സത്യമല്ല, ജെനുവിനാണ് കേസ്. അത് ആ സ്ത്രീ പറയുന്നത് ഒരു കള്ളം നമുക്ക് ഒരു തവണ പറയാം, പക്ഷെ നാളെ അല്ലെങ്കിൽ മറ്റന്നാ ആ കള്ളത്തിന്റെ ഒരു വാക്കെങ്കിലും പൊളി, ഇല്ലേ? ഒരു വാക്ക് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓർത്തു വെക്കത്തില്ല. കള്ളമാണെങ്കിൽ ഓർത്തു വെക്കത്തില്ല. എന്താ സത്യമാണെങ്കിൽ നാളെ നമ്മൾ എന്ത് ചെയ്യും? അത് തന്നെ പറയും. സത്യമാണ്. കാരണം മറ്റ് അതിജീവിതകൾ മറ്റ് പലരും വിഷയമായിട്ട് വന്നിരുന്നു. നിവിൻ പോളിയുടെ കാര്യത്തിൽ മാത്രമാണ് എനിക്ക് സംശയമുള്ളത് അതൊരു കള്ളക്കേസാണെന്ന്. ബാക്കി വന്ന് പറഞ്ഞ 1-2 അതിജീവിതകൾ അവരെ അനുഭവിച്ച കാര്യമായിരിക്കാം പറഞ്ഞതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ അവരുടെ ഇന്റൻഷൻ എന്താണെന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. ജയസൂര്യക്കെതിരെയായാലും മുകേഷിനെതിരെയായാലും മണിയമ്പിള്ള രാജുവിനെതിരെയായാലും ഇടവേള ബാബുവിനെതിരെയായാലും പരാതിയുമായിട്ട് വന്നിട്ടുള്ള ആളുകൾ, അവരുടെ പരാതി ചിലപ്പോൾ ജെന്യുവിനായിരിക്കാം, പക്ഷെ അവരുടെ ഇന്റൻഷൻ അത്ര ജെന്യുവിനായിട്ട് എനിക്ക് തോന്നിയില്ല. ഈ കുട്ടിയുടെ കാര്യത്തിൽ അങ്ങനെയല്ല. കുറ്റക്കാരനാണെന്ന് കോടതി വിധിച്ചിട്ടില്ല, പക്ഷെ എൻ്റെ ഒരു തോന്നൽ അതാണ് ശരി എന്നുള്ളതാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം ശ്യാം പറഞ്ഞതാണ്. അവർ പറഞ്ഞ കാര്യം ഇതുവരെയും പൊളിച്ചെടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. അതെല്ലാം വിത്ത് എവിഡൻസ് അന്വേഷണം കഴിഞ്ഞ് അന്വേഷിച്ചപ്പോൾ കണ്ട കാര്യങ്ങളാണ്. കൈരളി തിയേറ്ററിൽ നടന്ന പ്രിവ്യൂവിൻ്റെ കാര്യം, സത്യത്തിൽ സിനിമയിൽ ആരുമല്ലാത്തൊരു പെൺകുട്ടിയെ എന്തിന് വളരെ ചുരുങ്ങിയ ഓഡിയൻസിന്, വളരെ ഇൻവൈറ്റഡ് ആയിട്ടുള്ള ഓഡിയൻസ് മാത്രം കാണുന്ന ഒരു പ്രിവ്യൂയിലേക്ക് വിളിപ്പിക്കണമെന്നുള്ള കാര്യം സംശയാസ്പദമാണ്. സിദ്ദിഖ് കഴിച്ച ഭക്ഷണത്തെക്കുറിച്ചുള്ള പരാമർശം, ചോറും തൈരും മീനും ചേർത്ത് ഭക്ഷണം കഴിച്ചു എന്ന് പറയുന്ന പരാമർശം, അതിന്റെ ബില്ല് അവർക്ക് കിട്ടിയിട്ടുണ്ട്. അവിടെ ആ ദിവസം സിദ്ദിഖ് താമസിച്ചു എന്നതിന് തെളിവുണ്ട്. അതേപോലെ ഇവർ താമസിച്ചിരുന്ന മുറിയിൽ നിന്ന് നോക്കിയാൽ സ്വിമ്മിംഗ് പൂൾ കാണാമെന്ന് ആ പെൺകുട്ടി പറഞ്ഞിരുന്നു. അതൊക്കെ കണ്ടും കേട്ടും ബോധ്യപ്പെട്ട ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഈ പെൺകുട്ടി പറയുന്ന കാര്യങ്ങൾ വിശ്വാസത്തിലെടുക്കാം. അല്ലെങ്കിൽ ഇതൊക്കെ ഈ പെണ്ണ് വളരെ പ്രിപ്പയർഡ് ആയിട്ട് സിദ്ദിഖ് ആ ദിവസം റിവ്യൂവിന് പോകുന്നു, ഹോട്ടൽ ലിസ്റ്റ് ചെയ്യുന്നു, ഏത് മുറി താമസിക്കുന്നു, ആ മുറിയിൽ നോക്കിയാൽ എന്തൊക്കെ കാണാം, അന്ന് കഴിച്ച ഭക്ഷണത്തിന്റെ ലിസ്റ്റ് ഏതൊക്കെയാണ്, ഇതൊക്കെ തപ്പിപ്പിടിച്ചെടുത്തിട്ട് വേണം ഈ ആരോപണം പറയാൻ. അത് 1% മാത്രം നിൽക്കുന്ന ഒരു സാധ്യതയാണ്.
അതിനപ്പുറത്തേക്ക് ഈ പെൺകുട്ടി പറയുന്നത് ശരിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി ബാക്കിയുള്ളതൊക്കെ കോടതിയിൽ വെച്ച് തെളിയിക്കപ്പെടട്ടെ. അപ്പോൾ ഈ പെൺകുട്ടിയുടെ ജെന്യൂറ്റിയുടെ കാര്യത്തെക്കുറിച്ച് ശ്യാം പറയുന്ന കാര്യം ശരിയാണ്. ഹൈക്കോടതിയിൽ ജാമ്യം കിട്ടിയിട്ടില്ല. ഒന്ന്, വളരെ കൺവിൻസിംഗ് ആയ എവിഡൻസ് ഉണ്ട്. രണ്ട്, ഇങ്ങേരെ അത്യാവശ്യം സ്ട്രോങ് അല്ലേ, അപ്പോൾ സാക്ഷികളെ സ്വാധീനിക്കാൻ കഴിയും, തെളിവുകൾ വേണമെങ്കിൽ നശിപ്പിക്കാൻ കഴിയും. ഇതിനൊക്കെ സാധ്യതയുള്ളത് കൊണ്ടാണ് ഹൈക്കോടതിയിൽ ജാമ്യം കിട്ടാതിരുന്നത്. എന്ന് മാത്രമല്ല, ഹൈക്കോടതിയിൽ ഈ പെൺകുട്ടിയെ ഡീഫെയിം ചെയ്യാൻ, സ്ലട്ട് ഷെയ്മിങ്, വിക്ടിം ഷെയ്മിങ് ഒക്കെ നടത്തിയ ശ്രമങ്ങളുണ്ടായിരുന്നു. അതിനൊക്കെ പൊളിച്ചടുക്കിയിട്ടുണ്ട്. അവരെ ഡിഫെയിം ചെയ്യാനുള്ള ഒരു ശ്രമം സിദ്ദിഖിന്റെ വക്കീൽ വഴി ഉണ്ടായി. പക്ഷെ അതിന് കോടതി അതിഭീകരമായിട്ടുള്ള വിമർശനമാണ്. അത് ആർക്കും മനസ്സിലാവില്ല ധനുഷേ. സത്യമാണത്, അതൊരു റിയാലിറ്റിയാണ്. ഞാൻ പറഞ്ഞു ഇവിടുത്തെ മീഡിയ ഇന്നലെ മെനഞ്ഞാന്നോണ്, ഇന്നലെ ധനുഷ് എന്നോട് സംസാരിച്ചപ്പോഴേ പറഞ്ഞത് കഴുത്ത് ഞെരിക്കിയെന്ന്. നമ്മൾ എത്ര ദിവസം മുമ്പേ പറഞ്ഞു, എത്ര ദിവസം മുമ്പേ അവരുടെ സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇതൊക്കെ കൊണ്ടാണ് കേട്ടോ എനിക്ക് ഈ പുള്ളിക്കാരന്റെ ചർച്ചകൾ ഇഷ്ടം. കാരണം ഇയാള് പോലീസ് ഓഫീസർമാർ, റിട്ടയർഡായിട്ടുള്ള പോലീസ് ഓഫീസർമാർ, അതേപോലെ ജഡ്ജൊക്കെ വന്നിരുന്ന് പല വിഷയങ്ങൾ അനലൈസ് ചെയ്ത് സംസാരിക്കുന്നുണ്ട്. അവർ പറയുന്നത് പോലും സാധാരണക്കാർ ചിന്തിക്കുന്ന വഴിയിൽ പറയുന്ന മറുപടിയാണെങ്കിലും ഈ ശ്യാം പറയുന്നത് കുറെ കൂടി അനലിറ്റിക്കലായിട്ട് പറയുന്നൊരു കാര്യമാണ്. അതുകൊണ്ടാണ് എനിക്ക് വളരെ നിരാശ തോന്നിയത്. ഈ സിനിമാ നടൻ്റെ പേര് പറഞ്ഞിട്ട് അതിനെക്കുറിച്ച് വ്യക്തമായിട്ടൊരു ധാരണ നൽകാതെ പോയതിൽ എനിക്ക് നിരാശ തോന്നാനുള്ള കാര്യം അതാണ്. പലപ്പോഴും ഞാൻ ചിലപ്പോൾ മിസ്സായിപ്പോയ ചർച്ചകൾ ഉണ്ടാകുമായിരിക്കാം, പക്ഷെ ഞാൻ കണ്ടിട്ടുള്ള ചർച്ചകളിലൊക്കെ ഇദ്ദേഹം വളരെ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ പറയും. ഇന്നതാണ് സംഭവിക്കുന്നത്, അതിന് കാരണം ഇതാണ് അതിന് സംഭവിച്ചിരിക്കുന്നത്, ഇതായിരിക്കാം സംഭവിച്ചിരിക്കുന്നത്, കാരണം ഇന്ന കാരണങ്ങളുള്ളതുകൊണ്ട് ഇത് സംഭവിക്കാൻ സാധ്യതയുണ്ടെന്നൊക്കെ പറയുന്ന ഒരാളാണ്. ഈ കഴുത്ത് പിടിച്ച് ഞെരിച്ചിട്ടുണ്ടാകുന്ന കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ ഒരു ചർച്ച ചെയ്ത് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആ കാര്യം എടുത്തു പറഞ്ഞത്. ഈ സ്ലട്ട് ഷെയ്മിങ് അല്ലെങ്കിൽ വിക്ടിമിനെ ഡീഫെയിം ചെയ്യുക, അത് ഹൈക്കോടതി കൃത്യമായിട്ട് പറഞ്ഞു. നിങ്ങൾ അവരുടെ ആ ഒരു സ്ട്രെങ്ത് ഇല്ലാതാക്കാൻ, ഈ വിഷയത്തിൽ വളരെ ശക്തമായി നിൽക്കുന്നത്, ആ ശക്തി ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ഇതുപോലുള്ള ഷെയ്മിങ് നടത്തുന്നത് എന്ന് കൃത്യമായിട്ട് നിരീക്ഷിച്ചിട്ടുണ്ട്. പക്ഷേ വേറൊരു പുള്ളിക്കാരനുണ്ട് കേട്ടോ, അയാള് പറയാൻ പാടില്ല, പക്ഷേ സിദ്ദിഖ് നിന്റെ അച്ഛനാണോ എന്നുള്ള വിളി വരെ കേട്ടു. ആളെ മനസ്സിലായിട്ടുണ്ടാവില്ല അല്ലേ, നമ്മുടെ രാഹുൽ ഈശ്വർ പിന്നെ എല്ലാ കേസിലും ഇതേമാരെയാണ്. നമ്മളെ മെൻസ് അസോസിയേഷൻ എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, പെൺകുട്ടികൾക്കെതിരെയുള്ള അക്രമങ്ങൾ ഏത് കേസാണെങ്കിലും അവിടെ നിന്ന് പ്രതി പുറത്തേക്ക് ഇറങ്ങിയ മാലയിടാൻ പോകുന്നൊരു ടീംസ് ഉണ്ടല്ലോ, അതുപോലൊരു കക്ഷിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ രാഹുൽ ഈശ്വർ ഇങ്ങനെയുള്ള കേസിൽ ദിലീപിൻ്റെ കൂടെയായിരുന്നു, ഇപ്പോൾ സിദ്ദിഖിൻ്റെ കൂടെയാണ്. ഷെയ്മിങ് നടത്തുന്നുണ്ട്. ചൈനീസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടിയ പേപ്പറൊക്കെ പൊക്കി പിടിച്ചിട്ട് ചൈനീസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടിയ പേപ്പർ നോക്കൂ മാഡം എന്നൊക്കെ പറഞ്ഞ് പൊട്ടിത്തെറിക്കുന്നത് കാണാം. ഷെയ്മിങ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തോട് എനിക്ക് ചോദിക്കാനുള്ള കാര്യമുള്ളൂ, ഇത്രയും എവിഡൻസ് ഉള്ള സമയത്ത് നിങ്ങൾ എന്തിനാണ് ഈ സംഭവം പൊക്കി പിടിച്ചുകൊണ്ട് വരുന്നത്? ഈ പെൺകുട്ടി പറയുന്ന ആർഗ്യുമെന്റ് തെറ്റാണെന്ന് പറയാനായിട്ടാണ്, അല്ലെങ്കിൽ ഈ പെൺകുട്ടി മനഃപൂർവ്വം സിദ്ദിഖിനെ കൊടുക്കാൻ വന്നിട്ടാണെന്ന് പറയാനാണ്? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, പോലീസ് കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങളൊക്കെയല്ലേ നിങ്ങളൊന്ന് ഡീബഗ് ചെയ്ത് പറയേണ്ടത്. അവർ അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് കോടതി നല്ല രീതിയിൽ വിമർശിച്ചു വിട്ടിട്ടുണ്ട്. ഇനി സുപ്രീം കോടതിയിലെ കാര്യം എന്താണെന്നുള്ള ഇവർ പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് എനിക്ക് എതിരഭിപ്രായമുണ്ട്, പക്ഷെ ഇവരുടെ അഭിപ്രായം കേട്ടിട്ട് പറയാം. അപ്പൊ ഇതോടുകൂടി സിദ്ദിഖിന്റെ വാദങ്ങളെല്ലാം, ഇനി ഒരു വാദങ്ങൾ പോലും സുപ്രീം കോടതിയിൽ പിന്നെ അയാൾക്ക് FIR ഇല്ല, അയാളുടെ നേരത്തെ പ്രീവിയസ് ക്രൈം ഇല്ല എന്നുള്ളത് വലിയ വാദമാണ്. അതൊരു വലിയ വാദമാണ്. അത് കോടതിയിൽ അത് വാദിച്ചാൽ നിൽക്കും. കാര്യം മുൻപ് ഒരു ക്രൈം കേസിൽ പെടാത്ത ഒരാൾ, അപ്പോൾ അന്വേഷണമായിട്ട് സഹകരിക്കും. എന്താണ് ഒരാളെ പിടിച്ച് റിമാൻഡ് ചെയ്യാനുള്ള കാര്യം? എന്താ റിമാൻഡ് ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇയാൾ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ കേസിനെ ബാധിക്കും, സാക്ഷിയെ സ്വാധീനിക്കും. ആ ഘട്ടത്തിലല്ലേ ജുഡീഷ്യൽ കസ്റ്റഡി വിടുന്നത്. അതിനുവേണ്ടിയാണ് ജുഡീഷ്യൽ. അങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല എന്ന് കോടതിക്ക് തോന്നിയ ജാമ്യം കൊടുക്കും. എനിക്കത് അതിനുവേണ്ടിയാണ് ഈ പോലീസും കാത്തിരിക്കുന്നത് തോന്നുന്നു കേട്ടോ. ഞാൻ എൻ്റെ എതിരഭിപ്രായം പറയാം, പക്ഷെ അതിനു മുമ്പ് എനിക്ക് തോന്നിയൊരു കാര്യമാണ്, ഈ ഒരു പ്രതീക്ഷ പോലീസിനുണ്ടെന്നും തോന്നുന്നു. അങ്ങനെ സുപ്രീം കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ ഈ ദിലീപിന്റെ വിഷയത്തിൽ ഇവരെന്തായിരുന്നു, ദിലീപിനോട് എനിക്ക് യാതൊരു വിധത്തിൽ ഐക്യദാർഢ്യമില്ല കേട്ടോ. എന്നെ അറിയുന്നവർക്കറിയാം. ദിലീപിന്റെ കേസിൽ പോലീസ് കാത്തിട്ട് കിടക്കുകയായിരുന്നു. മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുകയാണെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ അറസ്റ്റ് ചെയ്യാനായിട്ട്. എന്റെ സിദ്ദിഖിന്റെ കാര്യത്തിൽ ചെയ്തില്ല. സിദ്ദിഖിനെ പൂട്ടാമായിരുന്നു, പോലീസ് വിചാരിച്ചാൽ പൂട്ടും. ഇന്ന് രാവിലെ അരുൺകുമാർ ന്യൂസിൽ പറഞ്ഞതുപോലെ, നിലച്ചാ പുലിയെ പിടിപ്പേൻ, ആണ ഉയിർ പോയാലും നിനക്കമാട്ടെ. വിചാരിച്ചാൽ പുലിയെ പിടിക്കും, പക്ഷെ ജീവൻ പോയാലും ഞാൻ വിചാരിക്കൂല. പക്ഷേ അന്വേഷണം നടത്തിയ ആ 4 വനിതാ പോലീസ് ഓഫീസർമാര് പൊളിയായിരുന്നു. അവർ പണ്ടെന്ന് ഒരു അന്വേഷണം നടത്തി, എക്സെപ്റ്റ് ഫോർ ഡിജിറ്റൽ തെളിവ് ശേഖരിക്കുന്നതിൽ അവർ നടത്തിയ അമാന്തം വലിയൊരു പ്രശ്നമാണ് സിദ്ദിഖിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാതിരുന്നത്. അതെനിക്ക് തോന്നുന്നു, ഒന്ന് സിദ്ദിഖിനെ ചോദ്യം ചെയ്യാൻ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ, സിദ്ദിഖ് വരികയും ഇവരോട് സഹകരിക്കുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, സുപ്രീം കോടതിയിൽ കൊടുത്തിരിക്കുന്ന ഈ ആപ്ലിക്കേഷൻ, ബെയിൽ ആപ്ലിക്കേഷൻ, അത് സിദ്ദിഖിന്റെ ഭാഗത്തേക്ക് വരും. കാരണം ഞാൻ ഇതിനു മുമ്പ് പോലീസ് വിളിച്ചു, അപ്പം ഞാൻ ചെന്നിരുന്നു,
അതുകൊണ്ട് ഞാൻ അന്വേഷണത്തിനോട് സഹകരിക്കുന്ന ഒരാളാണ് എന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും. അത് ഒഴിവാക്കാനാണോന്നറിയില്ല. ഈ വനിതാ പോലീസ് ഓഫീസർമാരുടെ കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. പക്ഷെ മൊത്തത്തിൽ പോലീസ് ഈ രീതിയിൽ ഇടപെടുന്നതിനെക്കുറിച്ച് സംശയമുണ്ട്. ഇനി ശ്യാം പറഞ്ഞ കാര്യം, ജാമ്യാപേക്ഷ പരിഗണിക്കാൻ സുപ്രീം കോടതിയുടെ മുൻപിലുള്ള, അതിനുമുമ്പ് ധനുഷ് പറഞ്ഞിരുന്നു വേറെ വാദങ്ങളൊന്നും വെച്ചിട്ടില്ല എന്ന്. വേറെ വാദം വെച്ചിട്ടുണ്ട്. അത് WCCയും AMAയും തമ്മിലുള്ള ഫ്രിക്ഷന്റെ ഫലമായിട്ടുള്ളൊരു ഗൂഢാലോചനയാണ് ഈ കേസ് എന്ന രീതിയിൽ ആപ്ലിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട്. ഗുഡ് തിങ് ഈസ് കൗണ്ടർ ആപ്ലിക്കേഷൻ ഇര കൊടുത്തിട്ടുണ്ട്. അത് നല്ലൊരു മൂവായിരുന്നു. ഈ ജാമ്യാപേക്ഷ ചെല്ലുന്നതിന് മുമ്പ് തന്നെ ജാമ്യം പരിഗണിക്കരുത് എന്ന് പറഞ്ഞുള്ള അപേക്ഷ അവിടെ എത്തിയിട്ടുണ്ട്. ശ്യാം പറഞ്ഞ കാര്യത്തിലേക്ക് മടങ്ങി വരികയാണെന്നുണ്ടെങ്കിൽ, കോടതിയിൽ ഇദ്ദേഹം പറയുകയാണ് ഞാൻ അന്വേഷണത്തോട് സഹകരിക്കാം, എനിക്ക് പ്രീസിഡൻസ് ഇല്ല എന്ന് പറഞ്ഞാലും ഒരു കാര്യം ചിലപ്പോൾ പ്രോസിക്യൂഷൻ ഹൈലൈറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അത് ഫേസ്ബുക്ക് പേജ് ടേക്ക് ഡൗൺ ചെയ്തതാണ്. സിദ്ദിഖ് ഈ പെൺകുട്ടിയെ കോൺടാക്ട് ചെയ്തെന്ന് പറയുന്ന ഫേസ്ബുക്ക് ഇല്ല എന്നാണ് അറിയുന്നത്. അപ്പോൾ അത് തെളിവ് നശിപ്പിക്കലിൻ്റെ കീഴിൽ വരേണ്ടതാണ്. അങ്ങനെയുള്ള ഒരാൾക്ക് ജാമ്യം കൊടുത്തുകഴിഞ്ഞാൽ ഇദ്ദേഹം കൂടുതൽ തെളിവ് നശിപ്പിക്കാൻ, നിങ്ങളതല്ലേ പറഞ്ഞു, ഇപ്പോൾ തെളിവ് നശിപ്പിക്കാം അല്ലെങ്കിൽ സാക്ഷികളെ സ്വാധീനിക്കാം എന്നുള്ള സാധ്യതകൾ പരിഗണിച്ചിട്ടാണ് ജാമ്യം കൊടുക്കുന്നത് എന്നുള്ള കാര്യം. മാത്രമല്ല, അന്വേഷണം നടത്തിയ ആളുകൾ ഇയാൾക്ക് അങ്ങനെ ഒരു സാഹചര്യം കൊടുത്തിട്ടില്ല, അന്വേഷണമായിട്ട് സഹകരിച്ചു എന്ന് പറയാനുള്ളൊരു സാഹചര്യം കൊടുത്തിട്ടില്ല. അപ്പം ഇത് രണ്ടും ഇല്ലാത്തൊരു സാഹചര്യത്തിൽ സുപ്രീം കോടതി ജാമ്യം നിഷേധിക്കാനുള്ള സാധ്യത ഈ പറയുന്ന ഒരു തെളിവ്, കാരണം തെളിവ് വളരെ സ്ട്രോങ് ആണ്, ഇയാൾക്കെതിരെ ചുമത്തപ്പെട്ടിരിക്കുന്ന സെക്ഷനും വളരെ സ്ട്രോങ് ആണ്. ഇനി ശ്യാം പറയുന്നത് പോലെ കോടതി അതൊക്കെ പരിഗണിച്ച് സിദ്ദിഖിന് ജാമ്യം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ദൗർഭാഗ്യകരം എന്നേ പറയാനുള്ളൂ. എന്താണ് പ്രേക്ഷകരെ നിങ്ങൾക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്? അത് കമന്റായിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു പ്രതികരണവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.